ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ അർച്ചനയെയും കൂട്ടുകാരെയും രക്ഷിക്കാനായി എത്തിയ സുഭദ്രയുടെ അവരോടുള്ള സ്നേഹം കണ്ട് സത്യങ്ങൾ സുഭദ്രയോട് അവർ വെളിപ്പെടുത്തുന്നു. ഗുണ്ടകളെ അടിച്ച് നിലംപരിശാക്കി കഴിഞ്ഞ് അവർക്കൊപ്പം വന്ന സുഭദ്രയുടെ മുന്നിൽ യഥാർത്ഥത്തിൽ എന്തിനാണ് അവർ ഇറങ്ങി പുറപ്പെട്ടതെന്നുള്ള കാര്യം വെളിപ്പെടുത്തി. എല്ലാം കേട്ടതിന് ശേഷം സുഭദ്ര ചോദിച്ചു, നിങ്ങൾ 3 പേരും കൂടി ചെന്നാൽ അത്ര നിസ്സാരമായി എടുത്തുകൊണ്ടുവരാൻ പറ്റുന്നതാണ് ഈ ഒരു പ്രശ്നമെന്ന്, അല്ലെങ്കിൽ എത്ര വേഗം തന്നെ സച്ചിയെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? നിങ്ങൾ 3 പേരും മാത്രം ശ്രമിച്ചാൽ അത് സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് അർച്ചനയോടും പാർവതിയോടും ഗംഗയോടുമായി സുഭദ്ര അന്വേഷിച്ചു. അത് കേട്ടതും ഗംഗ പറഞ്ഞു, എന്തായെങ്കിലും ഇറങ്ങി പുറപ്പെട്ടില്ലേ, ഇതിന് ഒരവസാനം കാണാതെ ഇനി ഞങ്ങൾ പിന്മാറില്ല. അതുകൊണ്ട് തന്നെ അർച്ചനയുടെ ഭർത്താവിനെ കണ്ടെത്താൻ ഞങ്ങൾ ഒപ്പമുണ്ടാകും, ഏത് ത്യാഗവും ഞങ്ങൾ സഹിക്കും എന്ന് ഗംഗയെ അറിയിക്കുമ്പോൾ അത് കേട്ട പാർവതി പറഞ്ഞു, അതെ, എന്തായാലും അർച്ചനയെക്കുറിച്ചും അർച്ചനയുടെ ജീവിതകഥയും കേട്ട് കഴിഞ്ഞപ്പോൾ അർച്ചനയുടെ ഭർത്താവിനെ രക്ഷിക്കേണ്ടത് ഞങ്ങളുടെ കൂടി കടമയാണെന്ന് തോന്നി. ഇനി എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും അതിനെയൊക്കെ തരണം ചെയ്യാൻ ഞങ്ങൾ അർച്ചനയോടൊപ്പം ഉണ്ടാകും. അർച്ചനയ്ക്ക് സഹായമായി ഞങ്ങൾ കൂടെ തന്നെ കാണും. അർച്ചനയുടെ ഭർത്താവിനെ ഞങ്ങൾ രക്ഷിക്കും എന്ന് പാർവതിയും വാക്ക് നൽകി. ഇതെല്ലാം കേട്ടതിന് ശേഷം അർച്ചന പറഞ്ഞു, എന്തായാലും എനിക്കിപ്പോൾ ഉറപ്പ് തോന്നുന്നുണ്ട്, എന്തായാലും എൻ്റെ സച്ചേട്ടനെ കണ്ടെത്താൻ എനിക്ക് സാധിക്കുമെന്ന്. കാരണം എൻ്റെ ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും എനിക്ക് കൂട്ടായിട്ട് ഓരോരുത്തരും വന്നെത്തിയല്ലോ. അതുകൊണ്ട് തന്നെ സച്ചേട്ടനെ കണ്ടെത്താൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഗംഗ പറഞ്ഞത്, ഇനിയും നമുക്ക് താമസിച്ചാൽ സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, എത്രയും വേഗം നമുക്ക് അവിടെ എത്തിച്ചേരണം. അതുകൊണ്ട് ഉടനെ തന്നെ നമുക്ക് ഇവിടുന്ന് നടന്നു നീങ്ങാം എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട് നിന്ന സുഭദ്ര പറഞ്ഞു, നിങ്ങൾ കരുതുന്നത്ര നിസ്സാരമല്ല ഇവിടെ നിന്നുള്ള യാത്ര. നിങ്ങൾ പറഞ്ഞ വഴിയിലൂടെ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ ഇനി വേറെ വണ്ടി വിളിച്ച് പോകണമെന്നാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് എത്താനും കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ എന്തായാലും മറ്റേതെങ്കിലും ഇടവഴിയിലൂടെ പോയേ തീരൂ എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട പാർവതി പറഞ്ഞു, ഇവിടെ ദേവീക്ഷേത്രത്തിന് സൈഡിലൂടെ ഒരു ഇടവഴിയുണ്ട്, ഒരു നടപ്പാത. ആ നടപ്പാതയിലൂടെ പോകുന്ന ആ നടപ്പാത എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുവഴി ചെന്നാൽ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തുമെന്നാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് എന്ന് പാർവതി അറിയിച്ചതും അത് കേട്ട ഉടൻ തന്നെ സുഭദ്ര പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ വഴി എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ അത് അല്പം ദുർഘടമാണ്. കാട്ടിലൂടെയുള്ള ആ വഴി, ആ നടപ്പാത, അത് കൂടുതൽ ആപത്തുകളെ വരുത്തും. നിങ്ങളുടെ ഈ പോകുന്ന യാത്രയിൽ നിങ്ങളെ പല ആപത്തുകളും വന്ന് പുൽകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ വേണം ആ വഴിയിലൂടെ പോകാൻ. വന്യമൃഗങ്ങളും അതുപോലെ ഇഴജന്തുക്കളും ധാരാളമുള്ള വഴിയാണത്. കാട്ടിലൂടെയുള്ള വഴി അത്രത്തോളം ആപത്കരമായിട്ടുള്ളതാണെന്നും അതുകൊണ്ട് വളരെയേറെ ശ്രദ്ധയോടെയും സൂക്ഷ്മതയോടെയും വേണം പോകാനെന്നും സുഭദ്ര അവർക്ക് നിർദ്ദേശം നൽകി. അതെല്ലാം കേട്ടതിന് ശേഷം അർച്ചന പറഞ്ഞു, എങ്കിൽ ശരി, ഞങ്ങൾ ഇനി സമയം പാഴാക്കുന്നില്ല, ഞങ്ങൾ പോവാം. എന്നെ കൃത്യസമയത്ത് വന്ന് രക്ഷിച്ചതിൽ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല, എന്നും ഞാൻ നന്ദിയുള്ളവരായിരിക്കും എന്ന് പറഞ്ഞ് അർച്ചന സുഭദ്രയോട് നന്ദി പറഞ്ഞ് അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടു. അവർ 3 പേരും കൂടി ആ കാട്ടുപാതയിലൂടെ പോകാനായി ഇറങ്ങി പുറപ്പെട്ടത് കണ്ട് സുഭദ്ര അല്പനേരത്തേക്ക് ആലോചിച്ചു. അവർ മുന്നോട്ട് നടന്നു നീങ്ങുന്ന കണ്ടതോടെ ഉടനെ സുഭദ്ര വിളിച്ചു, ഗംഗെ. ആ വിളി കേട്ടതും അവർ 3 പേരും പിന്തിരിഞ്ഞു നോക്കി. ഉടനെ സുഭദ്ര പറഞ്ഞു, ഞാനും വരുന്നു നിങ്ങളുടെ കൂടെ. അത് കേട്ടതോടെ അവർ 3 പേരും അതിശയത്തോടെ നോക്കി. അപ്പോഴേക്കും അർച്ചന ചോദിച്ചു, അല്ല, ഞങ്ങളോടൊപ്പം എന്ന് പറഞ്ഞ് സംശയിച്ച് അങ്ങനെ നോക്കുമ്പോൾ സുഭദ്രയും കൂടെ വരുന്നുണ്ട് എന്ന സന്തോഷം കേട്ട് എല്ലാവരും പരസ്പരം പുഞ്ചിരിയോടെ നോക്കി. അതിനുശേഷം കാണുന്നത് നെല്ലിശ്ശേരിയിൽ മണവാട്ടിയെ അണിയിച്ചൊരുക്കിയ കൂട്ടുകാരിമാരും ബ്യൂട്ടീഷ്യനും ആ താഴേക്ക് ഹാളിലേക്ക് മണവാട്ടിയെ കാണാനായി കാത്തു നിൽക്കുന്ന അച്ഛന്റെയും സഹോദരൻ നന്ദന്റെയും അവന്തികയുടെയും അരികിലേക്ക് അവർ കൂട്ടിക്കൊണ്ടുവരുന്നു. ഈ കാഴ്ച കണ്ടുകൊണ്ട് ഒട്ടും താല്പര്യമില്ലാതെ, എന്നാൽ അർച്ചനയുടെ നിർദ്ദേശപ്രകാരം ഇതിൽ പങ്കെടുക്കണമല്ലോ എന്ന ഒരേ ഒരു ലക്ഷ്യം കൊണ്ട് മാത്രം അവിടെ ഒരുങ്ങി നിൽക്കുകയായിരുന്നു അനഘ. അവിടേക്ക് നന്ദന്റെ അരികിലേക്ക് എത്തിയ സ്നേഹയെ കണ്ട് നന്ദൻ വളരെ സന്തോഷത്തോടെ അരികിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ മോള് ഈ വേഷത്തിൽ അണിഞ്ഞൊരുങ്ങി വന്ന് നിൽക്കുന്നത് കാണാൻ ഒത്തിരി ആഗ്രഹിച്ചതാണ് ഏട്ടൻ. ഇങ്ങനെയൊരു മുഹൂർത്തം ഏട്ടൻ ഒത്തിരി സ്വപ്നം കണ്ടിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു മുഹൂർത്തം എൻ്റെ മോളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതിനൊരു തടസ്സവും ഉണ്ടാകാൻ പാടില്ല എന്ന ഒറ്റ കാരണത്താലാണ് ഇപ്പോൾ ഈ വീട്ടിൽ ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഏട്ടൻ മോളുടെ വിവാഹം നടത്താൻ തയ്യാറെടുപ്പ് നടത്തിയത് എന്ന് പറഞ്ഞു. എന്തായാലും മോള് വിഷമിക്കേണ്ട, സച്ചിയും സന്ദീപും മോളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ തീർച്ചയായിട്ടും എത്തും. അവർക്ക് മോളുടെ വിവാഹത്തിൽ പങ്കെടുക്കാതിരിക്കാനാവില്ല. അവരെത്രയൊക്കെ മാറി നിൽക്കുകയാണെന്ന് പറഞ്ഞാലും മോളോടുള്ള സ്നേഹം അവർക്ക് പ്രകടിപ്പിക്കാതിരിക്കാനാവില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും വിവാഹത്തിന് മുൻപ് തന്നെ അവർ വന്നെത്തും, ഈ ഏട്ടന് ഉറപ്പുണ്ട് എന്ന് നന്ദൻ സ്നേഹയ്ക്ക് വാക്ക് നൽകി. അതെല്ലാം കേട്ട സ്നേഹ പുഞ്ചിരിയോടെ നന്ദനെ നോക്കി അങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടെ വാതിക്കലേക്ക് ധനുഷ് റെഡിയായി വന്നെത്തിയത്. കല്യാണ പയ്യൻ
വളരെ സന്തോഷത്തോടെ റെഡിയായി പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ വന്ന് നിൽക്കുമ്പോൾ എല്ലാവരുടെയും മുന്നിൽ കല്യാണ വേഷത്തിൽ വന്ന് നിൽക്കുന്ന ധനുഷ് അല്പം ചമ്മലോടെ എല്ലാവരെയും നോക്കി അങ്ങനെ പുഞ്ചിരിക്കുമ്പോഴാണ് അപ്പുറത്ത് മാറി ധനുഷിനെ തന്നെ നോക്കി നിൽക്കുന്ന അവന്തികയെ ധനുഷ് കണ്ടത്. അവന്തികയെ കണ്ടതും ധനുഷിന്റെ മുഖത്തെ ആ ചിരി പതിയെ മായുന്നു. എങ്കിലും ആകെ ചമ്മല് മുഖത്ത് വരുത്തി എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് മറ്റുള്ളവർക്കാർക്കും ആ ഒരു സംശയം ഉണ്ടാകരുത് എന്ന കാരണത്താൽ എല്ലാവരെയും നോക്കി അല്പം നാണത്തോടെയൊക്കെ ചിരിച്ചുകൊണ്ട് അങ്ങനെ ധനുഷ് നിൽക്കുമ്പോൾ ധനുഷിന്റെ അരികിലേക്ക് സേതുമാധവൻ എത്തി. ആഹാ, കൊള്ളാവല്ലോ, നിങ്ങൾ രണ്ടുപേരും ഈ വേഷത്തിൽ വന്നപ്പോ എന്തായാലും ഞാൻ ഒത്തിരി ആഗ്രഹിച്ചതാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹം. അതുകൊണ്ട് രണ്ടുപേരും ഈ വേഷത്തിൽ നിൽക്കുമ്പോൾ രണ്ടുപേരും ഒന്ന് ഒരുമിച്ച് നിന്നേ, ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് സേതുമാധവൻ ധനുഷിനെ സ്നേഹയുടെ അരികിലേക്ക് കൊണ്ടുചെന്ന് നിർത്തി. ധനുഷും സ്നേഹയും കൂടി വിവാഹ വേഷത്തിൽ അങ്ങനെ നിൽക്കുന്നത് കണ്ട് സേതുമാധവൻ ഒത്തിരി സന്തോഷിച്ചു. കൊള്ളാം, രണ്ടുപേരും നല്ല ചേർച്ചയുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞ് സേതുമാധവൻ അവരെ ഇരുവരെയും അങ്ങനെ നിൽക്കുന്നത് കണ്ട് സന്തോഷത്തോടെ നോക്കുന്നു. അതുകണ്ട് സേതുമാധവന്റെ ആ സന്തോഷത്തോടുള്ള സംസാരം എല്ലാം കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ധനുഷും സ്നേഹയും നിൽക്കുമ്പോൾ നന്ദൻ പറഞ്ഞു, എന്നാ ഇനി സമയം കളയണ്ട, മണ്ഡപത്തിലേക്ക് നമുക്ക് ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ നേരമാവുകയല്ലേ, എല്ലാവരുടെയും ആശീർവാദം വാങ്ങിച്ചു, ആദ്യം അച്ഛൻ്റെ തന്നെ അനുഗ്രഹം വാങ്ങിച്ചോളാൻ അറിയിച്ചു. സ്നേഹയും ധനുഷും കൂടി സേതുമാധവന്റെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങുന്നു. സേതുമാധവൻ രണ്ടുപേർക്കും എന്നും നല്ലത് വരട്ടെ എന്ന് അനുഗ്രഹിച്ചു കഴിയുമ്പോൾ നന്ദനെ നോക്കിയിട്ട് സേതുമാധവൻ പറഞ്ഞു, ഇനി ഏട്ടന്റെ അനുഗ്രഹം വാങ്ങിക്കുമോളെ. അതിനുശേഷം അവർ രണ്ടുപേരും നന്ദന്റെ അനുഗ്രഹം വാങ്ങിക്കുന്നു. അങ്ങനെ നന്ദന്റെ കാല് പിടിച്ച് അവർ രണ്ടുപേരും നോക്കി നിൽക്കുന്നത് കണ്ട് ഉടനെ അവന്തിക പറഞ്ഞു, എന്നാ ഇനി സമയം കളയണ്ട, നമുക്ക് മണ്ഡപത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞ് അവന്തിക വേഗം ആ ഒരു ചടങ്ങ് പൂർത്തിയാക്കാനായി ഒരുങ്ങുമ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് അനഘ ചോദിച്ചു, അല്ല സ്നേഹേ, നിനക്ക് അവന്തികേടത്തിയുടെ അനുഗ്രഹം വാങ്ങണ്ടേ, ചെന്ന് അവന്തികേടത്തിയുടെ അനുഗ്രഹം വാങ്ങിക്ക് എന്ന് പറഞ്ഞതും സ്നേഹ അവന്തികയുടെ അരികിലേക്ക് മാറി. അപ്പോഴും ധനുഷ് മാറി നിൽക്കുന്നത് കണ്ട് സ്നേഹ ഉടനെ അരികിൽ നിന്ന് അനഘ ചോദിച്ചു, അല്ല ഇതെന്താ ധനുഷ് മാറി നിൽക്കുന്നത്, ധനുഷിന് വേണ്ടേ അവന്തികേടത്തിയുടെ അനുഗ്രഹം, ധനുഷിന് ചെന്ന് അനുഗ്രഹം വാങ്ങിക്കുക എന്ന് പറഞ്ഞത് സ്നേഹയും ധനുഷും കൂടി വേഗം അവന്തികയുടെ അരികിലേക്ക് ചെന്നു. അവന്തികയുടെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുന്നത് കണ്ട് രണ്ടുപേരെയും നോക്കി അവന്തിക പറഞ്ഞു, എന്തായാലും എന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഈ സന്തോഷം ഉണ്ടാകട്ടെ. ധനുഷിനെ പോലെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരാളെ സ്നേഹിക്ക് കിട്ടിയത് വലിയ ഭാഗ്യമാണ് എന്ന് സ്നേഹയെ നോക്കി അവന്തിക പറയുമ്പോൾ അവന്തികയുടെ വാക്കുകളിലെ പരിഹാസവും പുച്ഛവും ഒക്കെ മനസ്സിലാക്കിയ ധനുഷ് ഒന്നുകൂടി അവന്തികയെ നോക്കുന്നു. എന്നാൽ ഇനി സമയം കളയണ്ട, നമുക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞ് എല്ലാവരും അവിടെ നിന്ന് മണ്ഡപത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്ന നിമിഷം അവന്തിക മാത്രം തനിച്ച് ആ വീട്ടിൽ നിൽക്കുമ്പോൾ എല്ലാവരും മുന്നിൽ ഇറങ്ങി കഴിയുമ്പോൾ പിന്നാലെ ഇറങ്ങുന്ന ധനുഷ് അവിടെ തനിച്ച് നിൽക്കുന്ന അവന്തികയെ പിന്തിരിഞ്ഞ് നോക്കി. അവന്തിക ഒന്നും മിണ്ടാതെ ആ മനസ്സിലെ വിഷമമൊക്കെ അടക്കി വെച്ച് കണ്ണു നിറഞ്ഞുകൊണ്ട് ധനുഷിനെ നോക്കുമ്പോൾ ധനുഷ് ഒന്നും മിണ്ടാനാകാതെ തലകുനിച്ച് അവന്തികയെ ഒന്ന് നോക്കി. എന്നിട്ട് വിവാഹത്തിനായി മണ്ഡപത്തിലേക്ക് പുറപ്പെട്ടു. അവന്തിക ഒന്നും അറിഞ്ഞില്ല എന്നുള്ള ഭാവത്തിൽ ധനുഷിനെ ഒന്ന് നോക്കിയിട്ട് ഒന്നും മിണ്ടാതെ രണ്ടുപേരും പരസ്പരം അല്പനേരം അങ്ങനെ നോക്കി നിന്നതിന് ശേഷം ധനുഷ് വേഗം പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ അവന്തിക തൻ്റെ മൊബൈൽ ഫോൺ കയ്യിലെടുത്ത് അതിലെന്തോ ധനുഷിനായിട്ട് വലിയൊരു നീക്കം നടത്തിയതുപോലെ എന്തോ ഒന്ന് നോക്കി പുഞ്ചിരിയോടെ അവന്തിക നിന്നു. പിന്നീട് കാണുന്നത് 4 പേരും അർച്ചനയും അർച്ചനയുടെ കൂട്ടാളികളും ചേർന്ന് നേരെ ആ കാട്ടുപാതയിലൂടെ നടന്ന് മുന്നോട്ട് പോകുന്നു. അങ്ങനെ കുറച്ചു ദൂരം പോയി കഴിയുമ്പോഴേക്കും പെട്ടെന്ന് സുഭദ്ര പറഞ്ഞു, ഇനി നമ്മൾ ക്ഷേത്രത്തിനരികിലേക്ക് എത്തുകയാണ്. ആ ക്ഷേത്രത്തിന് ഇടതുവശത്തൂടെയുള്ള വഴിയിലൂടെയാണ് നമ്മൾ പോകേണ്ടത്. വളരെ ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് നീങ്ങാൻ. ആപത്തുകൾ പതുങ്ങിയിരിക്കുന്ന സ്ഥലങ്ങളാണ്, വളരെ ശ്രദ്ധ വേണം എന്ന് പറഞ്ഞു. ശരി, എന്തായാലും നമ്മൾ ഇന്ന് സച്ചിയേട്ടനെ രക്ഷിക്കും, എനിക്ക് എൻ്റെ സച്ചിയേട്ടനെ രക്ഷിച്ചേ തീരൂ എന്ന് പറഞ്ഞ് അർച്ചന മുന്നിൽ കയറി മുന്നോട്ട് നടന്നു നീങ്ങി. ആ സമയത്ത് സച്ചി തനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടായതിനും ആരാണ് തന്നെ ഇവിടെ ബന്ധനസ്ഥനാക്കിയത് എന്ന് പോലും അറിയാതെ ആകെ വിഷമിച്ച് അവരുടെ പിടിയിലകപ്പെട്ടതിന്റെ വേദനയിൽ അങ്ങനെ ഇരിക്കുമ്പോൾ അർച്ചനയും മറ്റുള്ളവരുമെല്ലാം വലിയൊരു പാറക്കെട്ടിന് മുകളിലൂടെ നടന്ന് അങ്ങ് പാറമടക്കിന് മുകളിലുള്ള ആ ക്ഷേത്രത്തിന് അരികിലേക്ക് എത്തി. അവിടേക്ക് കയറി വന്നതിന് ശേഷം ആ ക്ഷേത്രം കണ്ടപ്പോൾ രുദ്ര പറഞ്ഞു, ഇതാണ് ഞാൻ പറഞ്ഞ ആ ദേവീക്ഷേത്രം എന്ന്. അപ്പോൾ തന്നെ അർച്ചന വേഗം അവിടുത്തെ ആ പ്രതിഷ്ഠയ്ക്ക് അരികിലേക്ക് വേഗം നടന്നെത്തി. അവിടെ പ്രാർത്ഥനയോടെ കണ്ണ് അടച്ച് മനസ്സ് ഏകാഗ്രമാക്കി അർച്ചന പ്രാർത്ഥനയോടെ നിന്നു. എൻ്റെ ദേവി, എൻ്റെ സച്ചിയേട്ടന് ഒരാപത്തും വരുത്തരുതേ, എനിക്ക് എൻ്റെ സച്ചിയേട്ടനെ രക്ഷിക്കാൻ സാധിക്കണേ, എത്രയും പെട്ടെന്ന് തന്നെ സച്ചിയേട്ടനെ എനിക്ക് കണ്ടെത്താൻ കഴിയണേ, അതിന് നീ എന്നെ സഹായിക്കണേ എന്ന് മനമുരുകി അർച്ചന പ്രാർത്ഥിക്കുമ്പോൾ അർച്ചനയുടെ പ്രാർത്ഥനയിൽ പങ്കുചേർന്നുകൊണ്ട് അവിടേക്ക് പാർവതിയും ഗംഗയും സുഭദ്രയും കൂടി വന്ന് ദേവിയുടെ മുന്നിൽ തൊഴുകൈകളോടെ നിന്ന് പ്രാർത്ഥിച്ചു. ദേവിയുടെ അനുഗ്രഹം എപ്പോഴും എല്ലാവർക്കും ഉണ്ടാകണേ എന്ന്
പ്രാർത്ഥനയോടെ അവരും നിൽക്കുന്നു. അതിനുശേഷം അർച്ചന വേഗം തന്നെ അവരോടൊപ്പം അവിടെ നിന്ന് നടന്നു നീങ്ങി. കുറച്ചുകൂടി മുന്നോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഗംഗയോട് അർച്ചന പറഞ്ഞു, ഇനി എന്തായാലും എനിക്ക് ഉറപ്പുണ്ട് ദേവി നമ്മളെ സഹായിക്കും. ഈ യാത്രയിൽ തീർച്ചയായിട്ടും എൻ്റെ സച്ചേട്ടനെ രക്ഷിക്കാൻ ദേവി വഴിയൊരുക്കും എന്ന് അർച്ചന ആത്മവിശ്വാസത്തോടെ എവരോടും പറയുമ്പോൾ ആ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് അവരും പുഞ്ചിരിയോടെ മുന്നോട്ട് നീങ്ങി. കുറച്ചു ദൂരം പോയി കഴിയുമ്പോൾ വലിയൊരു പാറക്കെട്ട് കണ്ടതോടെ സുഭദ്ര പറഞ്ഞു, ദാ ഈ പാറ കയറി വേണം, ഈ മല കയറി വേണം നമ്മൾ അപ്പുറത്തെത്താൻ. ഈ മല കയറി ഇറങ്ങിയാൽ നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തും. പക്ഷേ ഈ മല കയറി ഇറങ്ങുക എന്നതാണ് ഏറ്റവും പ്രയാസകരമായിട്ടുള്ള കാര്യം എന്ന് ഓർമ്മപ്പെടുത്തി. എല്ലാവരും ഒന്ന് ആ മലയിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, നമുക്ക് ഒറ്റക്കെട്ടായി പരിശ്രമിക്കാം, നമുക്ക് മുന്നോട്ട് നീങ്ങാം എന്ന് പറഞ്ഞ് അവർ ഏവരും മുന്നോട്ട് നടന്നു നീങ്ങി. അങ്ങനെ കുറച്ചു ദൂരം പോയി കഴിയുമ്പോൾ ആ മലമ്പാതയിലൂടെ അവർ നടന്നു പോകുന്നതിനിടയിൽ അർച്ചന ആകെ തളർന്നു. ആകെ അവശയായിരിക്കുന്ന അർച്ചന അവർ മുന്നോട്ട് നീങ്ങുമ്പോൾ കുറച്ചു നേരം അവിടെ നിന്ന് വിശ്രമിച്ചിട്ട് കാലെടുത്ത് മുന്നോട്ട് വെച്ചതും പെട്ടെന്ന് ആ വഴിയുടെ സൈഡ് ഭാഗത്ത് നിന്നതുകൊണ്ട് അവിടെ നിന്ന് കാല് തെറ്റി അർച്ചന നേരെ താഴേക്ക് പതിക്കുന്നു. അർച്ചന എന്ന് നിലവിളിച്ചുകൊണ്ട് താഴേക്ക് പോകുന്ന ആ ശബ്ദം കേട്ട് മുൻപേ നടന്ന സുഭദ്രയും ഗംഗയും പാർവതിയും കൂടി അർച്ചനയെ അന്വേഷിച്ച് അവിടേക്ക് ഓടിയെത്തുന്നു. അപ്പോഴേക്കും അർച്ചന ആ ചെറിയ ആ തട്ടിന് താഴെയായി അർച്ചന കിടക്കുന്ന കാഴ്ച കണ്ടു. അപ്പോഴേക്കും അവർ ഓടിയെത്തി അവിടെ നിന്ന് വിളിച്ചു, അർച്ചന അർച്ചന എന്ന് പറഞ്ഞ് അവർ 3 പേരും ഉറക്കെ നിലവിളിച്ചു. അയ്യോ, ഇനി നമ്മൾ എന്ത് ചെയ്യും, അർച്ചനെ എങ്ങനെ രക്ഷിക്കുക എന്നെല്ലാം അവരാകെ ആശങ്കപ്പെട്ടു. അർച്ചന ഉടനെ അവരോട് പറഞ്ഞു, പേടിക്കണ്ട, അവിടെ നിന്നോ എന്ന് പറഞ്ഞ് അർച്ചന അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് അവരെല്ലാവരും ആകെ അങ്കലാപ്പിലായി. ഇനി എന്താ ചെയ്യുക, എങ്ങനെ നമ്മൾ അർച്ചനയെ രക്ഷിക്കും എന്നെല്ലാം ഓർത്ത് അവർ പരസ്പരം ടെൻഷൻ അടിച്ചങ്ങ് നിൽക്കുമ്പോൾ പെട്ടെന്ന് അവരുടെ മുന്നിലേക്ക് കയ്യിൽ ഒരു കയറ് കെട്ടുമായിട്ട് ഒരു കെട്ട് കയറുമായി ഒരു സ്ത്രീ അവിടേക്ക് എത്തുന്നു. അവൾ അവിടേക്ക് വന്നതും എല്ലാവരും ആകെ അതിശയത്തോടെ ആ സ്ത്രീയെ നോക്കി. ഉടനെ തന്നെ അവർ ഒന്നും മിണ്ടാതെ തൻ്റെ കയ്യിലിരുന്ന ആ കയറുകെട്ടിൽ നിന്ന് കയറൂരി അത് നേരെ താഴേക്ക് അർച്ചനയ്ക്ക് ഇട്ടുകൊടുത്തു. അർച്ചനയുടെ അരികിലേക്ക് അത് കിട്ടിയതും അർച്ചന അതിലേക്ക് കയറി പിടിച്ചു. പിന്നെ അവർ 4 പേരും ചേർന്ന് അർച്ചന ആ കയറിൽ പിടിച്ച് വലിഞ്ഞു കയറി വരുന്നതിന് വേണ്ടി അവർ സഹായിച്ചു. അങ്ങനെ അർച്ചന പതിയെ അവരുടെ സഹായത്തോടെ ആ മലയിടുക്കിൽ നിന്ന് പതുക്കെ മുകളിലേക്ക് കയറണം. പിന്നീട് അർച്ചന മുകളിലേക്ക് വന്നെത്തിയതിനു ശേഷം എല്ലാവരും അർച്ചനയെ നേരെ നിർത്തി കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ എന്നെല്ലാം അന്വേഷിച്ചു. അപ്പോഴേക്കും അപ്രതീക്ഷിതമായി തന്നെ രക്ഷിക്കാനെത്തിയ ആ സ്ത്രീയെ കണ്ട് അതിശയത്തോടെ അർച്ചന നോക്കി. അവിടെ നിന്ന് 3 പേരും എല്ലാവരും അതിശയപ്പെട്ടങ്ങനെ നോക്കുമ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഞാൻ വന്ദന. അപ്പോഴേക്കും അർച്ചന ചോദിച്ചു, നിങ്ങൾ എന്താ ഇവിടെ? അപ്പോഴേക്കും വന്ദന പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് വന്നില്ലേ, അവിടെ ഒരു ക്ഷേത്രം, ആ ക്ഷേത്രം ആയിരവല്ലി ക്ഷേത്രത്തിൽ ഞാൻ തൊഴാനായി എത്തിയതായിരുന്നു. നിങ്ങൾ ഈ വഴി കൂടി ഇവിടേക്ക് വരുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഇത് വളരെ അപകടം നിറഞ്ഞ വഴിയാണെന്നും എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ഞാൻ സംശയപ്പെട്ടപ്പോൾ തന്നെയാണ് ഇവിടെ നിന്ന് ഒരു നിലവിളി കേട്ടത്. അപ്പോൾ എന്തോ അപകടം പറ്റിയെന്ന് എനിക്ക് ഉറപ്പായി. അതാ ഞാൻ വേഗം ഓടി ഇങ്ങോട്ട് എത്തിയത്. അല്ല, എന്തിനാ നിങ്ങൾ ഇതുവഴി വരുന്നത്, നിങ്ങൾ എവിടേക്ക് പോവുക എന്നെല്ലാം ആ നിമിഷം തന്നെ വന്ദന കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പോഴേക്കും വന്ദനയുടെ ചോദ്യത്തിന് മറുപടിയായി അർച്ചനയുടെ ഭർത്താവിനെ രക്ഷിക്കാനായിട്ട് ഞങ്ങൾ പോരുന്നതാണ് എന്ന് പാർവതി മറുപടി നൽകി. അല്ല, നിങ്ങൾ 4 പേരുവോ, എന്താ കാര്യം, എന്താണ് അർച്ചനയുടെ ഭർത്താവിന് പറ്റിയത് എന്ന് വന്ദന അന്വേഷിച്ചു. പിന്നീട് അർച്ചനയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം എന്താണെന്നും എന്താണ് സച്ചിക്കുണ്ടായത് എന്നുമുള്ള കാര്യങ്ങൾ അവർ വിശദമായി പറയുന്നു. സച്ചി രാത്രി മുതൽ കാണുവാനില്ല എന്നും സച്ചിയുടെ അനുജത്തിയുടെ വിവാഹം നടക്കാൻ പോവുകയാണെന്നും കുടുംബത്തിൽ തന്നെയാണ് അർച്ചനയ്ക്ക് ശത്രുക്കൾ എന്നുമുള്ള വിവരങ്ങളുമൊക്കെ ഏകദേശം അവർക്ക് എല്ലാവർക്കും ബോധ്യമായി. എത്രയും വേഗം സച്ചിയെ കണ്ടെത്തുക എന്നത് മാത്രമാണ് അർച്ചനയുടെ ലക്ഷ്യമെന്നും സച്ചിയേട്ടനെ കണ്ടെത്തിയാൽ മാത്രമേ വീട്ടിൽ നിലനിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉടനെ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ എന്നും അർച്ചന അവരെ ഓർമ്മപ്പെടുത്തിയതോടെ എല്ലാം കേട്ടതിന് ശേഷം വന്ദന പറഞ്ഞു, കേട്ടിട്ട് തന്നെ എനിക്കാകെ പേടിയാവുന്നു. എന്തായാലും ഇത്രത്തോളമൊക്കെ സംഭവിച്ചോ അർച്ചനയുടെ ജീവിതത്തിൽ? എന്തായാലും ഇത്രയൊക്കെ കേട്ട് അർച്ചനയുടെ ജീവിതത്തിൽ ഇതുപോലെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഓരോ തവണയും അർച്ചനയെ രക്ഷിക്കാനായി നിങ്ങൾ ഓരോരുത്തരായി എത്തിയില്ലേ? അർച്ചനയുടെ ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും വന്നു ചേർന്നവരാണല്ലോ നിങ്ങൾ. അർച്ചനയെക്കുറിച്ച് മുൻ പരിചയമില്ലായിരുന്നിട്ട് പോലും അർച്ചനയുടെ കഥ കേട്ടപ്പോൾ നിങ്ങൾ അർച്ചനയോടൊപ്പം അർച്ചനയെ രക്ഷിക്കാനായി കൂടിയെങ്കിൽ ഞാനുമുണ്ട്. ഇനി മുന്നോട്ടുള്ള നിങ്ങളുടെ യാത്രയിൽ ഞാനും ഒപ്പമുണ്ട്. എന്തായാലും നമുക്ക് പുറപ്പെടാം. ഇനിയും സമയം പാഴാക്കണ്ട, നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾക്കെല്ലാം അർച്ചനയെ മുൻപരിചയമില്ലാതെ തന്നെയല്ലേ അർച്ചനയെ സഹായിക്കാനായി എത്തിയത്. അതുപോലെ തന്നെ ഞാനും അർച്ചനയുടെ ഈ കഥ കേട്ടപ്പോൾ എനിക്കും തോന്നുന്നു
ഞാനും നിങ്ങളോടൊപ്പം ഇതിന് പങ്കുചേരേണ്ടതാണെന്ന്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായി പോയി അർച്ചനയുടെ ഭർത്താവിനെ രക്ഷിക്കാം വാ എന്ന് പറഞ്ഞ് വന്ദന അവരെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് സച്ചിയുള്ള സ്ഥലത്തേക്ക് അവർ ലക്ഷ്യം വെച്ച് നടന്നു നീങ്ങുന്നു. സച്ചി ഈ സമയത്ത് മിന്നൽ ബിജുവിന്റെയും കൂട്ടാളികളുടെയും തടങ്കലിൽ ആകെ അവശനായി തളർന്ന് ആ ചെയറിൽ കിടന്ന് അവശനായി വല്ലാത്ത വിഷമത്തോടെ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പോലും തിരിച്ചറിയാനാകാതെ ആ പാവം തനിക്ക് എന്നാണ് ഇവിടെ നിന്നൊരു മോചനമെന്ന ആശങ്കയിൽ ആ ചെയറിലേക്ക് തല ചേർത്ത് അങ്ങനെ കിടന്നു.